ശ്രീ ശങ്കര ജയന്തി. ശങ്കരചരിതത്തിലൂടെ വൈശാഖ ശുക്ല പഞ്ചമിയിലാണ് ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായി ശങ്കരൻ പിറക്കുന്നത്. വടക്കുന്നാഥൻ്റെ അനുഗ്രഹത്താൽ ശ്രീശങ്കരൻ ജനിച്ചു എന്നാണ് വിശ്വാസം. ലഭ്യമായ തെളിവുകൾ പ്രകാരം ക്രിസ്തുവിന് ശേഷം 8-ാം നൂറ്റാണ്ടിൽ എറണാകുളം ജില്ലയിലെ കാലടി എന്ന ഗ്രാമമാണ് അദ്ദേഹത്തിൻ്റെ ശൈവത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് ഏവരും സമ്മതിക്കുന്ന വസ്തുതയാണ്. നന്നെ ചെറുപ്പത്തിൽ തന്നെ അറിവ് നേടാനുള്ള അപാരമായ ആഗ്രഹത്തിൻ്റെ ഫലമായി ഉത്തമ ഗുരുവിനെ അന്വേഷിച്ച് ജന്മദേശമായ കാലടിയിൽ നിന്നും കാലടിയായി സഞ്ചരിച്ചു. ഒടുവിൽ ഇന്നത്തെ മധ്യപ്രദേശിലെ മഹിഷ്മതിക്ക് ഇന്ന് അറിയപ്പെടുന്ന മഹേശ്വർ എന്ന പേരിൽ സമീപമുള്ള നർമ്മദാ നദീ തീരത്താണ് എത്തിച്ചേരുന്നത്. അവിടെയുള്ള ഓങ്കാരനാഥത്തിനടുത്തുള്ള ഗുഹയിലായിരുന്നു ഗോവിന്ദ ഭഗവത് പാദാചാര്യർ എന്ന ഗുരു തപസ് ചെയ്തിരുന്നത്. സമാധിസ്ഥനായിരുന്ന ആ യോഗിവരനെ ഭക്തിപൂർവ്വം സ്തുതിക്കുന്നത് കേട്ടപ്പോൾ സമാധിയിൽ നിന്നുണർന്നു കൊച്ചുകുട്ടിയായിരുന്ന ശങ്കരനോട് "നീ ആര്?" എന്ന് ചോദിച്ചു. അതിന് 10 ശ്ലോകങ്ങളിലായി നൽകിയ അനുഭവസാക്ഷ്യം വേദാന്ത വിജ്ഞാനത്തിൻ്റെ അവസാന വാക്കാണ്. ദശശ്ലോകി എന്നറിയപ്പെടുന്ന ആ കൃതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ന ഭൂമിർ ന തോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തികത്വ സുഷുപ്ത്യേക സിദ്ധ തദേകോവശിഷ്ട ശിവ കേവലോഹം. ഞാൻ പഞ്ചഭൂതങ്ങളോ ഇന്ദ്രിയങ്ങളോ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയോ ഒന്നുമല്ല, നിത്യവും ശുദ്ധവും പ്രശാന്തവുമായ ശിവസ്വരൂപമാകുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. ഇതിൽ ചിത്തവൃത്തി നിരോധം വന്നത് സ്വരൂപത്തിലെത്തി സമാധിഭാവത്തിലെത്തിയ മഹാഗുരുവിനെയാണ് നാം കാണുന്നത്. നിർവാണാഷ്ടകം, മായാപഞ്ചകം, ഉപദേശ സഹസ്രി തുടങ്ങി നിരവധി കൃതികളിലും ഇതേ ബോധ്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ജ്ഞാനാനുഭവം മാനവ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് 32 വർഷം നീണ്ടുനിന്ന ശ്രീ ശങ്കരാചാര്യർ തൻ്റെ ജന്മം സമർപ്പിച്ചത്. പേരാറ്റിങ്കരയിൽ നിന്ന് തന്നെ തേടിയെത്തുന്ന ശിഷ്യൻ്റെ വരവിനായി അമർകണ്ടകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദാ നദീ തീരത്ത് ഗുരുവായ തപോധനൻ കാത്തിരിക്കുകയായിരുന്നു. ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വേദവേദാന്തങ്ങൾ പഠിച്ചു. പിന്നീട് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നിങ്ങനെയുള്ള പ്രസ്ഥാനത്രയത്തിന് പ്രൗഢഗംഭീര ഭാഷ്യം രചിച്ചു. മഹർഷി പതഞ്ജലിക്ക് ശേഷം ഭാരതീയ ദാർശനിക സാഹിത്യത്തിൽ അനുകരണീയമായ വ്യാഖ്യാന പാരമ്പര്യത്തിൻ്റെ പുതുവഴികൾ വെട്ടിത്തുറന്നത് ആചാര്യസ്വാമികളാണ്. ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും അടക്കം ചെയ്ത അറിവിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ശൈലിയിൽ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ശങ്കരാചാര്യരെ സരളാദ്വയ ഭാഷ്യകാരനായ ഗുരുവെന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ശൈവ, വൈഷ്ണവ, ശാക്തേയ, കൗമാര, ഗാണപത്യ, സൗരം എന്നിങ്ങനെ 6 സമ്പ്രദായങ്ങളായി ദേവതാ സങ്കല്പങ്ങൾ ചിട്ടപ്പെടുത്തി. അദ്വൈത വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും അതിനൊക്കെ ഉപകരിക്കുന്ന നിരവധി സ്തോത്രങ്ങൾ രചിക്കുകയും ചെയ്തു. ലിംഗാഷ്ടകം, ശിവാനന്ദലഹരി, ശിവപഞ്ചാക്ഷര സ്തോത്രം എന്നീ ശൈവ സമ്പ്രദായത്തിലും സൗന്ദര്യലഹരി, ത്രിപുരസുന്ദരി, അഷ്ടകം എന്നിവ ശാക്തേയ സമ്പ്രദായങ്ങളിലും ഗോവിന്ദാഷ്ടകം, വിഷ്ണുഭുജംഗം എന്നിവ വൈഷ്ണവ സമ്പ്രദായങ്ങളിലും അങ്ങേയറ്റം പ്രാധാന്യമുള്ള കൃതികളാണ്. ഗണേശഭുജംഗം, ഗംഗാഷ്ടകം, യമുനാഷ്ടകം തുടങ്ങിയ കൃതികളെല്ലാം കാണിക്കുന്നത് വിവിധതരം വിശ്വാസികളെ കോർത്തിണക്കി നിർത്തുന്ന സമന്വയത്തിൻ്റെ പ്രവാചകനായിരുന്നു ശ്രീ ശങ്കരാചാര്യർ എന്നാണ്. ഉള്ളുണർന്ന മഹാഗുരുക്കന്മാരിൽ നിന്ന് നേടിയ ജീവിതാനുഭവങ്ങൾ കലവറയില്ലാതെ പകർന്നു നൽകാൻ അദ്ദേഹം നല്ലൊരു ശിഷ്യ സമൂഹത്തെ പാകപ്പെടുത്തി. സുരേശ്വരൻ, ഹസ്തമാലകൻ, തോടകാചാര്യർ, പത്മപാദർ എന്നീ 4 പേരാണ് ഇതിൽ താരശോഭയുള്ള ശിഷ്യന്മാർ. അവരിലൂടെ തൻ്റെ ബോധ്യത്തെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ശിഷ്യരോടൊത്ത് ഭാരതമെമ്പാടും പലതവണ സഞ്ചരിച്ചു. ശ്രുതി, യുക്തി, അനുഭവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആചാര്യൻ നടത്തിയ ബോധവൽക്കരണ യജ്ഞത്തിലൂടെ ധർമ്മരക്ഷണം എന്ന ദൗത്യമാണ് നിർവഹിച്ചത്. അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും വീണ്ടുവിചാരത്തിൻ്റെയും വിത്ത് വിതരണമായിരുന്നു അത്. പരമമായ ദൈവവും മഹത്തായ ധനവും എങ്ങും വിജയിച്ചരുളുന്ന സൗഭാഗ്യവും ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്ന ധർമ്മവിചാരങ്ങളുമാണ് പ്രധാനമായും ഈ അവസരങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തത്. പ്രാചീന ഭാരതം മുന്നോട്ട് വെച്ച ഇത്തരം സംവാദ സംസ്കാരത്തിൽ നിന്നാണ് ഇവിടുത്തെ ശാസ്ത്രം, കല, ദർശനം എന്നിവ വികാസം പ്രാപിച്ചതും. ദാർശനികമായ മണ്ഡലമിശ്രനുമായി ശ്രീ ശങ്കരാചാര്യർ നടത്തിയ സംവാദം ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിരിക്കാനിടയില്ലാത്ത ഒന്നാണ്. സമ്പത്തും അറിവും അധികാരവും അനേകം ശിക്ഷ സമ്പത്തും ഉണ്ടായിരുന്നു മണ്ഡലമിശ്രന്.
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളർത്തിയ തത്തകൾ പോലും ഉപനിഷത്തുകളും വേദങ്ങളും മനോഹരമായി ചൊല്ലിയിരുന്നത്രേ. ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനുമായ മണ്ഡനമിശ്രനുമായി യുവാവായ ശങ്കരൻ നടത്തിയ സംവാദത്തിൽ വിധികർത്താവ് മണ്ഡനപത്നിയായ ഭാരതിയായിരുന്നു. 6 മാസം നീണ്ടുനിന്ന വാദപ്രതിവാദത്തിനൊടുവിൽ ശങ്കരൻ വിജയിച്ചതും മണ്ഡനമിശ്രൻ പരാജയപ്പെട്ടതും പ്രഖ്യാപിച്ചത് ഭാരതിയാണ്. എന്നാൽ ഭർത്താവിൻ്റെ പാതിമേയാണ് ഭാര്യ. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ വിജയിയാകണമെങ്കിൽ ഭാര്യയായ എന്നെ കൂടി സംവാദത്തിൽ തോൽപ്പിക്കണമെന്നായി ഭാരതി. അങ്ങനെ മണ്ഡലമിശ്രൻ്റെ അധ്യക്ഷതയിൽ ഭാരതിയും ശങ്കരനും തമ്മിലുള്ള സംവാദത്തിന് വീണ്ടും കളമൊരുങ്ങി. ചർച്ച 6 മാസം നീണ്ടുനിന്നു. കുലീനവും സംസ്കാരസമ്പന്നവുമായ ഭാഷയിൽ പരസ്പരം ബഹുമാനത്തോടെ അറിവിൻ്റെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രങ്ങൾ ഓരോന്നും വാദങ്ങളും പ്രതിവാദങ്ങളുമായി മുന്നേറി. അവിടെ ആരും ആരെയും ആക്ഷേപിക്കുകയോ വെല്ലുവിളിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്തില്ല. പെണ്ണിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞില്ല. ഭാരതത്തിൽ നിലനിന്നിരുന്ന ഉദാത്തമായ സംവാദത്തിൻ്റെ ഇത്തരം മാതൃക ഇന്ന് ഏറെ പ്രസക്തമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ വിജ്ഞാനത്തിൻ്റെ ആഖ്യാനം, വ്യാഖ്യാനം, സംവാദം എന്നീ നിലകളിൽ വളർന്നതിൻ്റെ പരിസരത്താണ് ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നിങ്ങനെയുള്ള ദാർശനിക പദ്ധതികളും അവയുടെ സമ്പന്നമായ വാഗ്മയങ്ങളും ഭാരതത്തിൽ വികാസം പ്രാപിച്ചത്. ഈ കൂട്ടത്തിൽ ആചാര്യസ്വാമികളുടെ വിജ്ഞാന പ്രപഞ്ചം ഭാരതീയ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ ഗൗരീശൃംഗമായി പരിലസിക്കുന്നത് കാണാനാകും. ഭാരതീയ ഹൃദയ കമലത്തിനെ വിടർത്തുന്ന ജ്ഞാനസൂര്യനായി ഇന്നും അദ്വൈതാചാര്യനായ ശ്രീശങ്കരൻ വിളങ്ങുന്നുമുണ്ട്. അതിന് കാരണം പിറവിയെടുത്ത ഓരോ മാനവനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആത്മദർശനത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകിയതിനാലാണ്. രാമകൃഷ്ണ, വിവേകാനന്ദ പ്രസ്ഥാനങ്ങളുടെയും മറ്റു പരമ്പരകളിലൂടെയും ഇന്നും ഈ ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾ പ്രഭയും പ്രതീക്ഷയും ചൊരിഞ്ഞു നിൽക്കുന്നു. ലോകം കണ്ട തീക്ഷ്ണശാലികളായ കോൾബ്രൂക്ക്, H. വിൽസൺ, മാക്സ് മുള്ളർ, വൈബർ തുടങ്ങിയവരെ ആഴത്തിൽ സ്വാധീനിച്ച ശ്രീശങ്കരനെ പറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ദാർശനിക വിചാരമോ തത്വചിന്തയോ സാധ്യമല്ല എന്നത് വിസ്തൃതമാണ്. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ശങ്കരജയന്തി തത്വജ്ഞാനി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. മധ്യഗുരുവായ ശ്രീ ശങ്കരാചാര്യർ ഉപദേശിച്ചത് മുഴുവൻ ധർമ്മത്തിലൂന്നിയ ജ്ഞാനവും കർമ്മവുമാണ്. അതാവട്ടെ മനുഷ്യ സാധ്യതയുടെ വിജ്ഞാനമായ വേദാന്തത്തിലൂടെ ശാസ്ത്രബുദ്ധിയുടെയും ആത്മദർശനത്തിൻ്റെയും ജീവനകലയുടെയും ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. അതിനാലാണ് വേദാംഗമ പരമ്പരകളിൽ നിന്നും വളർന്നു വന്ന ഏതാണ്ടെല്ലാ സമ്പ്രദായികളും മഹാഗുരുവായി ഇന്നും ശ്രീശങ്കരനെ കണക്കാക്കുന്നത്. നമ്മുടെ മുത്തശ്ശി കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നവയാണ് ആചാര്യസ്വാമികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്ന കഥകൾ ഓരോന്നും. സന്യാസിക്ക് ആഗ്രഹിച്ച കുട്ടിയായിരുന്നു ശങ്കരനെ മുതല പിടിച്ചതും അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് കാലടിയിലെത്തുന്നതും പരകായ പ്രവേശം നടത്തുന്നതും സർവജ്ഞപീഠം കയറുന്നതും കേദാരത്തിൻ്റെ മഹാമൗനത്തിൽ വിലയം പ്രാപിച്ചതുമായ എത്രയോ കഥകളാണ് തലമുറയായി കൈമാറിപ്പോന്നത്. ഓരോ കൃതികൾ രചിച്ചതിനു പിന്നിലും ഇതുപോലെ നിരവധി കഥകൾ മുത്തശ്ശിമാർ തങ്ങളുടെ പേരക്കുട്ടികൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. അത്തരം കഥകളിൽ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും മുന്നറിയിപ്പുകളുടെയും കരുതൽ ധനം അടങ്ങിയിരുന്നു. വീടിനകത്തെ നന്മരങ്ങൾ എത്രയെത്ര കുഞ്ഞു മനസ്സുകളിലാണ് സങ്കല്പലോകത്തിൻ്റെ വിത്ത് വിതരണം നടത്തിയിരുന്നത്. ദരിദ്രമായ ഒരു വീട്ടിൽ ഭിക്ഷയാചിച്ചു ചെന്നപ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു ഉണക്ക നെല്ലിക്ക. അതാണ് ഭിക്ഷുവായ ശങ്കരന് കൊടുത്തത്. ആ വീട്ടിലെ ദാരിദ്ര്യം കണ്ട് മനമുരുകിയ ശങ്കരൻ ആ അമ്മയുടെ ജീവിതം സുഭിക്ഷമാക്കാൻ കനകധാര സ്തോത്രം ജപിച്ച് സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചു. കാശിയിൽ ശിഷ്യരോടൊത്ത് വിശ്വനാഥ ദർശനത്തിന് പുറപ്പെട്ട ശങ്കരന് മുന്നിൽ ചണ്ടാളവേഷത്തിൽ നായയോടൊപ്പം കാശി വിശ്വനാഥൻ വന്നു. വഴിമാറു എന്ന ശങ്കരവാക്യം കേട്ട് ചണ്ടാളൻ എന്താണ് മാറേണ്ടത്, ശരീരമോ ആത്മാവോ എന്ന മറുചോദ്യം ചോദിച്ചു. ഇതു സാക്ഷാൽ കാശി വിശ്വനാഥൻ തന്നെ പരീക്ഷിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി. അതോടെ ഉള്ളിലുണ്ടായിരുന്ന ഭേദബുദ്ധി ഇല്ലാതാകുകയും ചണ്ടാളനാകട്ടെ ദ്വിജനാകട്ടെ അറിവിൻ്റെ നിറവാർന്നവൻ എൻ്റെ ഗുരുവാണെന്ന പ്രഖ്യാപനം നടത്തി. ഇങ്ങനെ ഒട്ടനവധി കഥകളുണ്ട്. യഥാർത്ഥത്തിൽ ഇവയെല്ലാം കുട്ടികളുടെ മനസ്സിൽ അവരറിയാതെ ചില മാതൃകകൾ നിർമ്മിക്കുകയായിരുന്നു. രാമകൃഷ്ണദേവൻ, വിവേകാനന്ദൻ, തിലകൻ, മഹാത്മാഗാന്ധി, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആഗമനാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമി എന്നിങ്ങനെ എത്രയെത്ര മഹാത്മാരാണ് തിരിച്ചറിവും ജീവിത മൂല്യങ്ങൾ നിറഞ്ഞിരുന്ന ഇതുപോലെയുള്ള കഥകളിലെ സൂചനകൾ ഉപയോഗിച്ച് മാനവ സമൂഹത്തിന് സ്വയം മാതൃകയായത്. സഫലമാകേണ്ട ബാല്യങ്ങൾക്കായി പറഞ്ഞു പഴകാത്ത ഒത്തിരി കഥകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മഹാത്മാക്കൾ ഓരോന്നും അവരുടെ പലതരത്തിലുള്ള ജീവിതവേഷങ്ങൾ കെട്ടിയാടിയത്.